ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമത്തിന്റെ മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസി സമൂഹമേ, പരിശുദ്ധനായ പത്രോസ് ശ്ലീഹായും പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായും യെരുശലേം ദേവാലയത്തിൽ 9-ാം മണി നേരത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന ഒരു സംഭവം അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ നാം വായിച്ചു തുടങ്ങുന്നുണ്ട്. സുന്ദര ഗോപുരത്തിങ്കൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ ദിനംപ്രതി മറ്റുള്ളവരുടെ സഹായത്താൽ ഭിക്ഷയാചിക്കുന്നതിനു വേണ്ടി ദേവാലയ പരിസരങ്ങളിൽ അവിടെ സ്ഥിരമായി ഇരുത്തപ്പെടുമ്പോൾ ഒരു ദിവസം പ്രാർത്ഥനയ്ക്കായി കടന്നു വരുന്ന ഈ ശിഷ്യന്മാർ അവനെ കണ്ടിട്ട് ഞങ്ങളെ ഉറ്റുനോക്കുക എന്ന് അവനോട് പറയുന്നു. വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കുമ്പോൾ വെള്ളിയും പൊന്നും ഒന്നും എനിക്കില്ല, ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ നിനക്ക് തരുന്നു, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞ് വലങ്കൈക്ക് പിടിച്ച് അവനെ താങ്ങി എഴുന്നേൽപ്പിച്ച് നരിയാണികൾ ഉറപ്പിക്കപ്പെട്ടപ്പോൾ അവൻ എഴുന്നേറ്റ് നടന്ന് തുടങ്ങി. അവൻ നടന്നു തുടങ്ങുന്നത് ദേവാലയത്തിലേക്കാണ്. സൗഖ്യം കിട്ടുന്ന ആ മനുഷ്യന്റെ നടത്തം ഏറെ പ്രത്യേകതകൾ ഉള്ളതായിരുന്നു. അവൻ നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ടാണ് ദേവാലയത്തിലേക്ക് പോകുന്നത്. ശിഷ്യത്വത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠതരമായ ഒരു പാതയാണ് ആ മനുഷ്യൻ നമ്മുടെ മുമ്പാകെ വെളിപ്പെടുത്തുന്നത്. സൗഖ്യദായകനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള അവസരം, ദേവാലയത്തിലേക്ക് മടങ്ങി വരുവാനുള്ള അവസരം ആ മനുഷ്യൻ നഷ്ടമാക്കുന്നില്ല. പത്രോസ് ശ്ലീഹായും പൗലോസ് ശ്ലീഹായും ഒക്കെ ആദിമസഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അനേകം ആളുകൾക്ക് സൗഖ്യം നൽകുന്നുണ്ട്, മരിച്ചവരെ ഉയർപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള അത്ഭുത രോഗസൗഖ്യങ്ങളെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പരിശുദ്ധനായ പത്രോസ് ശ്ലീഹായും പൗലോസ് ശ്ലീഹായും ഒക്കെ വഴിച്ചാറയിലൂടെ നടന്നു പോകുമ്പോൾ നിഴലെങ്കിലും വീണാൽ മതി അവർക്ക് സൗഖ്യം വരുമെന്നുള്ള വിശ്വാസത്തിന്റെ തീഷ്ണമായ തലങ്ങളിൽ നിന്നുകൊണ്ട് അനേകം രോഗികളെ വഴിയുടെ വശങ്ങളിൽ കൊണ്ടിരുത്തുന്ന പതിവുണ്ടായിരുന്നു. അവിടെ പ്രിയമുള്ളവരെ, ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, അനേകം രോഗികൾക്ക് ഈ ശിഷ്യന്മാരിലൂടെ സൗഖ്യം കിട്ടുന്നുണ്ട്. പക്ഷേ സൗഖ്യം കിട്ടുവാനായിട്ടുള്ള ഒരു കാരണവും അവിടെ വെളിപ്പെടുത്തപ്പെടുന്നുണ്ട്. റോഡിന്റെ വശങ്ങളിൽ ഇരിക്കുന്നവർ സൗഖ്യപ്പെടുവാൻ കാരണം അവരുടെ നിഴൽ സ്പർശിക്കുമ്പോഴാണ്. പക്ഷെ നിഴൽ അത് വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യമാണ്, നിഴൽ ക്രിസ്തുവിന്റേതായിരുന്നു. ക്രിസ്തുവിന്റെ നിഴലിൽ നടന്ന ശിഷ്യന്മാർക്ക് അനേകർക്ക് സൗഖ്യം നൽകുവാൻ സാധ്യമായി. ഈ മനുഷ്യൻ സൗഖ്യപ്പെട്ട് പത്രോസ് ശ്ലീഹായുടെയും യോഹന്നാൻ ശ്ലീഹായുടെ ഒപ്പം ദേവാലയത്തിലേക്ക് നടന്നു പോവുകയാണ്. അനേകർ അവനെ കണ്ട് അവനെ തിരിച്ചറിയുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. യഹൂദ സമൂഹം ഇതിൻ മൂലം പത്രോസ് ശ്ലീഹായെയും യോഹന്നാൻ ശ്ലീഹായെയും കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നുമുണ്ട്. ദൈവനാമം മഹത്വപ്പെടുവാനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെയും ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെയും ക്രിസ്തുവിന്റെ ഉത്ഥാനത്തെയും കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പാകെ ആ സമൂഹ മധ്യത്തിൽ സവിസ്തരം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുവാനും തക്കവണ്ണം പത്രോസ് ശ്ലീഹായ്ക്ക് സാധ്യമാകുന്നുണ്ട്. തുടർന്നുള്ള നാളുകളിൽ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് സാക്ഷ്യത്തിനുള്ള മുഖാന്തരമായി മാറട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.